അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ അവനെ വിളിച്ച് ഇനി അവന് വലുതൊക്കെ വാങ്ങി കൊടുത്തിട്ട് വരണം. അത് കഴിഞ്ഞാണ് അടുത്ത ആളെ വിളിക്കാറാവുള്ളൂ, 3:30 ആവണമല്ലോ. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കടയിട്ട് പോവുക. അപ്പോൾ കടയിലൊക്കെ പോയി ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ നോക്കാം. അപ്പോൾ ഞങ്ങൾ പോണ വഴി ഞങ്ങൾ ആലോചിക്കുക കേട്ടോ, ഞങ്ങളിവിടെ പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ അതിൽ നടന്നു പോയ വഴികളൊക്കെയല്ലോ അന്ന് ഞങ്ങൾ ഓർത്തോ, ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ പിള്ളേരെയും കൊണ്ട് അതിലേ പോകുന്നു ഒരിക്കലും ഓർത്തിട്ടേ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ പ്രേമിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഏട്ടൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിനാവണം. ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ പിന്നെ ഞങ്ങൾ അതിൽ കുറേ നടന്നിട്ട് പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്നെ വിളിക്കാനൊക്കെ വരുമായിരുന്നു, എന്നെ കൊണ്ടുവന്നാക്കാനൊക്കെ വരുമായിരുന്നു. അപ്പോൾ എന്നെ ഇറക്കി വിട്ടുകൊണ്ടിരുന്നു ഇവരുടെ ക്ലാസ്സിൻ്റെ സ്കൂളിൻ്റെ വാതിക്കലാട്ടോ. ഞങ്ങളുടെ അങ്ങോട്ട് പോവില്ല. അപ്പോൾ ഇവരുടെ സ്കൂളിൻ്റെ വാതിക്കലായിരുന്നു എന്നെ ഇറക്കി വിട്ടേച്ചത്. പക്ഷെ അതൊക്കെ ഒരു രസമല്ലേ, ഞങ്ങൾ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോയതും അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ നല്ല രസമാട്ടോ. ഞാൻ ഇടയ്ക്ക് ഇരുന്ന് ഇവരോട് പിള്ളേരോട് അതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ടേ. ഇങ്ങനെ പോയതും അമ്മ പ്രേമിച്ച് ഇങ്ങനെ കറങ്ങി നടന്ന കാര്യമൊന്നും പറയാറില്ല, എന്നാലും ചെറുതായതൊക്കെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയ കാര്യങ്ങളൊക്കെ. കല്യാണം കഴിഞ്ഞിട്ടായാലും ആദ്യത്തെ ആളെ ഉണ്ടാവുന്നതിന് മുമ്പ് ഞങ്ങൾ എപ്പോഴും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകും കേട്ടോ, ബീച്ചിലും പാർക്കിലൊക്കെ. അതൊരു രസമാണ്. കല്യാണം കഴിച്ച് കഴിഞ്ഞാലും നമ്മളെപ്പോഴും അങ്ങനെ പ്രേമിച്ചൊക്കെ നടക്കണം, അതൊരു രസമുള്ള കാര്യമല്ലേ. ഞാൻ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവനെയും കൊണ്ട് വന്ന് അവന് നാരങ്ങകളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടോ. ഈ കടയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ഏട്ടൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ സ്ഥിരം ചായ കുടിക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ ചെന്ന് ഒരു ചായ അല്ലെങ്കിൽ ഒരു നാരങ്ങ ജ്യൂസ്, ഒരു പപ്സ്, ഇത് ഏട്ടൻ്റെ സ്ഥിരം പണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി നാരങ്ങ വെള്ളവും പപ്സൊക്കെ കഴിച്ച് പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഏട്ടൻ കമ്പനി പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടിരുന്നിടത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പൈക്കിങ് പോകുന്നു. ഇനി അവരെ ക്ലാസ് വിടാറായല്ലോ, അവിടെ ചെന്ന് അവരെ വിളിച്ചിട്ട് വേണം അടുത്ത പണി. അപ്പോൾ ഞങ്ങളങ്ങ് പോകുമ്പോൾ ഇവർ സ്കൂളൊക്കെ വിട്ടു തുടങ്ങി പിള്ളേരൊക്കെ പോകുന്നായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ കണ്ട് പിന്നെ ഇതൊക്കെ ഒരു ഐസ്ക്രീം, എപ്പോഴും പോന്ന് കഴിഞ്ഞ് ഒരു ഐസ്ക്രീം നിർബന്ധം. അപ്പോൾ 2 കൂട്ടർക്കും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുത്ത് അവരവിടെ ഇരുന്ന് കഴിക്കും കേട്ടോ. അപ്പം എനിക്ക് വലുതുകൊണ്ടാന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എനിക്കൊരു ഐസ്ക്രീം കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ തൊണ്ട സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമേ ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അവർ ഐസ്ക്രീമൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പിറ്റേ ദിവസം വാലൻ്റൈ ആണല്ലോ, അപ്പോൾ എനിക്ക് ചോക്ലേറ്റ് മിഠായി ഉണ്ടെന്നൊക്കെ ചോദിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു വണ്ടി വന്നത്, മറ്റേ പ്രദക്ഷിണം പോകില്ലേ ആ വണ്ടി. അപ്പോൾ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കണ്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിൽ പോകുന്നു. ഇനി വീട്ടിൽ വന്നിട്ട് വേണം അടുത്ത അംഗം വെട്ട് തുടങ്ങാനായിട്ട്. റിവിഷനൊക്കെ തുടങ്ങിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഓക്കെ, ബൈ.